Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസിലെ അവസാനത്തെ എക്സാം ആണ് നമുക്ക് നെക്സ്റ്റ് നടക്കാനുള്ളത്. ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സോ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഓരോ പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ ആണ്. സോ ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല, ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ കാരണമാണ്. സോ പെട്ടെന്ന് തന്നെ ബാലൻസ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ നമ്മൾ തേർഡ് സെമസ്റ്റർ നാളെ 15th എക്സാം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ 4th സെമസ്റ്ററിൻ്റെ ക്ലാസ്സസ് ആരംഭിക്കുന്നതാണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓൺലൈൻ 4th സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് ആരംഭിക്കുന്നതാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം കേട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ 4th സെമസ്റ്ററിൻ്റെ എക്സാം എക്സ്പെക്ട് ചെയ്യാം മാർച്ചിൽ. സോ ഇനി വളരെ കുറച്ച് ടൈം തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇനി വീഡിയോയിലോട്ട് പോകാം. സോ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് സബ്ജക്റ്റിൽ പാർട്ട് സിയില് SA ആയിട്ട് എപ്പോഴും 2 തിയറി ചോദ്യങ്ങളും 2 പ്രോബ്ലംസ് ആണ് വരാറ്. ആ വരുന്ന ടോട്ടൽ 4 ചോദ്യങ്ങളിൽ ഒരു തിയറി ചോദ്യം പലപ്പോഴും ഇൻഡയറക്റ്റ് മോഡിലുള്ള ഒരു ചോദ്യം വരാറുണ്ട്, എന്തെങ്കിലും ഒരു കൊട്ടേഷനിൽ ഇട്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി 3 ക്വസ്റ്റ്യൻസും വലിയ കുഴപ്പമുണ്ടാവാറില്ല. ഒരു തിയറി ചോദ്യം കംഫർട്ടബിൾ ആയിട്ടുള്ളതും പ്രോബ്ലംസും വലിയ കുഴപ്പമില്ലാത്തതാണ് വരാറ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോബ്ലംസ് വലിയ കുഴപ്പമില്ലാത്ത ചോദ്യങ്ങളാണെങ്കിൽ അതിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യാനാണ് ഞാൻ പറയാം. അത്രത്തോളം ഇഷ്യൂ ഇല്ലാത്ത പ്രോബ്ലംസ് ആണ് കണ്ടുവരാറ്. ഓക്കെ, അപ്പോൾ ഇതാണ് പാറ്റേൺ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ആദ്യത്തെ ചോദ്യം പ്രോബ്ലം ആയിട്ട് കണ്ടുവന്നിട്ടുള്ളത് എക്സ്പെക്റ്റഡ് റിട്ടേണിന്റെ കാൽക്കുലേഷൻ, പ്രോബിലിറ്റി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തന്നിട്ട് എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം. അതിൻ്റെ കൂടെ തന്നെ എക്സ്പെക്ട് റിട്ടേൺ മാത്രമല്ല, ചിലപ്പോൾ കോറിലേഷൻ കാണാൻ പറയാറുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ. അതുപോലെ തന്നെ കോവാരിയൻസ്, ഇതൊക്കെ ഈസിയാണ്. കോവാരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിലുള്ള പ്രോബ്ലംസ് ആണത്. എക്സ്പെക്ട് റിട്ടേൺ, കോറിലേഷൻ, കോവാരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്രോബ്ലംസ് ഇട്ടോ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇത് തന്നെ നമുക്ക് 3 വെയിറ്റേജിന്റെ ചോദ്യമായിട്ട് പാർട്ട് ബിയിലും പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ പ്രോബ്ലംസ് എക്സ്പെക്ട് റിട്ടേൺ കാണാം, അതുപോലെ തന്നെ കോറിലേഷൻ, കോവാരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ പ്രോബ്ലംസ് ഒക്കെ നിർബന്ധമായും നോക്കിയിരിക്കണം കേട്ടോ. ഇതാണ് പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ഒരു SI ചോദ്യം. മൂവിങ് ടു നമ്പർ 2. രണ്ടാമത് പ്രതീക്ഷിക്കുന്നത് പോർട്ട്ഫോളിയോ റിട്ടേണും പോർട്ട്ഫോളിയോ റിസ്ക്കും കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പ്രോബ്ലമാണ്. മാർക്കോവിറ്റ്സിന്റെ ആ വലിയ ഇക്വേഷൻ വെച്ചിട്ടുള്ളത് നിർബന്ധമായും നോക്കിയിരിക്കണം. പോർട്ട്ഫോളിയോ റിട്ടേണും അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ റിസ്ക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ലെങ്തി ഒരു പ്രോബ്ലം ആണ്. നമ്മൾ ഓരോ സ്റ്റെപ്പ് ഓരോന്ന് കണ്ടുപിടിച്ച് ബിക്കോസ് മാർക്കോവിറ്റ്സിന്റെ ആ വലിയ ഇക്വേഷനിലോട്ട് കോറിലേഷൻ കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം, അല്ലേ, ഒക്കെ കോവാരിയൻസ് വേണം, ഇതൊക്കെ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ പോർട്ട്ഫോളിയോ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനും പോർട്ട്ഫോളിയോ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പ്രോബ്ലം. ഈ 2 ടൈപ്പ് പ്രോബ്ലംസ് ആണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും മാറി വരാറ്. 2ഉം വരാറുണ്ട്. അപ്പോൾ 2 SI ചോദ്യം പ്രോബ്ലംസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതാണ് കേട്ടോ. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റ് ക്വസ്റ്റ്യൻസ് തിയറി ആയിട്ട് പ്രതീക്ഷിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ്, ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്, ടൈപ്സ്, റിപ്പീറ്റ് ചോദ്യമാണ് നിർബന്ധമായും നോക്കിയിരിക്കുന്നത് കേട്ടോ. റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് available to savers in India. സ്കിപ്പ് ചെയ്യരുത്. 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കേണ്ടതാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ
ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സ് അതും സ്കിപ്പ് ചെയ്യരുത്. ചിലപ്പോൾ മാറി 3 വെയിറ്റേജിനും വരാം. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സ്, അതുപോലെ തന്നെ ടൈപ്സ്, ഇതൊക്കെ നോക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ആദ്യത്തെ ബേസിക് ഏരിയയിൽ നിന്ന് നമുക്ക് തിയറി പ്രതീക്ഷിക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ്, പ്രോസസ്സ്, ടൈപ്സ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളതാണത്. അതൊരു ഇൻഡയറക്റ്റ് മോഡലുള്ള ചോദ്യമാണ്. സെക്യൂരിറ്റിയുടെ റിലേറ്റ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ആ ഒരു സജഷൻ തരാണ്. ഞാൻ പറഞ്ഞു ഇൻഡയറക്റ്റ് മോഡൽ വന്നിട്ടുള്ളതാണ്. വെൻ സംവൺ ഞാനത് വീണ്ടും നോക്കാൻ പറയില്ല, ബിക്കോസ് ഇങ്ങനെ ഇൻഡയറക്റ്റ് മോഡൽ വരുമ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷൻ പലപ്പോഴും കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് മാർക്കിലോട്ട് ചിലപ്പോൾ എത്താൻ സാധിക്കണമെന്നില്ല. സോ വെൻ സംവൺ റെഫേഴ്സ് ടു, ഇതിനേക്കാളും സൂപ്പറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ പ്രോബ്ലംസ് ആണ്. റെഫേഴ്സ് ടു efficient capital markets, they mean that security or reflect all available ഇൻഫോർമേഷൻ. ഇങ്ങനെ ഒരു ചോദ്യം ഒരു 2 പേപ്പറിൽ ഇങ്ങനെ കണ്ടുവന്നിട്ടുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞു ഇത് ഇൻഡയറക്റ്റ് ആകുമ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻഡയറക്റ്റ് ആകുമ്പോൾ നമുക്കത് പ്രസൻറ്റ് ചെയ്താൽ ഒരു ബെസ്റ്റ് ഒരു മാർക്കിലോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ സജഷൻ 2 പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ പ്രോബ്ലത്തിൽ ഏതെങ്കിലും നിങ്ങൾക്കൊരു കംഫർട്ടബിൾ അല്ലാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറി പ്രതീക്ഷിക്കാം, അതിലോട്ട് പോകുക. ഒരു പ്രോബ്ലം ഒരു തിയറി എടുക്കുക. ഇൻഡയറക്റ്റ് ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് തരാനുള്ള മറ്റൊരു സജഷൻ എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫേസസ് നോക്കണം. ചിലപ്പോൾ അത് 3 വെയിറ്റേജിലേക്ക് മാറ്റിയിടും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മറ്റൊരു ചോദ്യം. ഇനി റിപ്പീറ്റ് ആയിട്ടും 3ാമത്തെ മൊഡ്യൂളിൽ നിന്ന് സെക്യൂരിറ്റി അനാലിസിസിനെ പറ്റിയുള്ള ചോദ്യം തിയറി ആയിട്ട് വരാറുണ്ട്. ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സെക്യൂരിറ്റി അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് അത് എന്ത് മാത്രമായിട്ട് വേണമെങ്കിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് മാത്രമായിട്ട് വരാം. ചിലപ്പോൾ കൂടുതൽ അങ്ങനെയാണ്. പിന്നെ ടെക്നിക്കലും ഉണ്ട്. അതിൽ ഫണ്ടമെൻ്റലാണ് കൂടുതൽ സാധ്യത എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുക. എക്കണോമിക്, കമ്പനി, ഇൻഡസ്ട്രി, അത് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ തിയറിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. സെക്യൂരിറ്റി അനാലിസിസിൻ്റെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അതിൽ വരുന്ന ഫണ്ടമെൻ്റൽ അപ്പോൾ ടെക്നിക്കൽ എക്സ്പ്ലെയിൻ ചെയ്യണം, ചിലപ്പോൾ ഫണ്ടമെൻ്റൽ മാത്രം, ഇത് 3ഉം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. സോ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. അപ്പോൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ആദ്യത്തെ 2 പ്രോബ്ലംസ്, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ്, ടൈപ്സ്, അതിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം. പിന്നെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇൻഡയറക്റ്റ് മോഡലുള്ള ചോദ്യം ഇതുപോലത്തെ പ്രതീക്ഷിക്കാം. പിന്നെ പോർട്ട്ഫോളിയോനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറി ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫേസസ്, ചിലപ്പോൾ പോർട്ട്ഫോളിയോ സിലക്ഷൻ മോഡൽസ്, അത് കൂടുതൽ 2 വെയിറ്റേജിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് SCക്ക് തരാത്തത് കേട്ടോ. മാർക്കോവിറ്റ്സ്, ഷാർപ്പ്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ, അതൊക്കെ നമുക്ക് തിയറി ആയിട്ട് 2 വെയിറ്റേജിലേക്കാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനതിൽ വെക്കാൻ. പിന്നെ മൊഡ്യൂൾ നമ്പർ 3യിൽ നിന്ന് സെക്യൂരിറ്റി അനാലിസിസ്, ഫണ്ടമെൻ്റൽ, ടെക്നിക്കൽ, അങ്ങനത്തെ ഒരു ചോദ്യം ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു തിയറി ചോദ്യം എപ്പോഴും റിപ്പീറ്റായിട്ട് കണ്ടുവരാറുണ്ട്. സോ ഇതാണ് SAക്ക് ഏറ്റവും കൂടുതൽ. വേണമെങ്കിൽ ലാസ്റ്റ് ഒരു സജഷൻ കൂടിയും വെക്കാനുള്ളത്. പോർട്ട്ഫോളിയോ സിലക്ഷൻ, അതിൻ്റെ മോഡൽസ്, അത് ശരിക്കും മറ്റ് ഏരിയാസിലോട്ടാണ് കൂടുതൽ വരാൻ സാധ്യത. 2, 3ൽ വേണമെങ്കിൽ മാറ്റി പിടിക്കുകയാണെങ്കിൽ അത് എടുക്കാം. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ റിവിഷൻ എന്താണ്,
റിവിഷൻ, ഓക്കെ, കൺസ്ട്രക്ഷൻ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ പോർട്ട്ഫോളിയോ സെലക്ഷൻ മോഡൽസിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ ഇത് കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞു 2 and 3ലേക്കാണ്. ആദ്യത്തെ ഒരു 6 ചോദ്യങ്ങളിലോട്ടാണ് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. റിപ്പീറ്റ്, 2 പ്രോബ്ലം എന്ന് പറയുന്നത് നമ്പർ 1 എക്സ്പെക്ട് റിട്ടേൺ, കോറിലേഷൻ, കോവാരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കാൽക്കുലേഷൻ, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഉള്ള കാര്യങ്ങളാണിത്. ദെൻ പോർട്ട്ഫോളിയോ റിട്ടേൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോർട്ട്ഫോളിയോ റിസ്ക്, ഒന്നിലധികം സെക്യൂരിറ്റീസിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള റിട്ടേണും റിസ്ക്കും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം. ദെൻ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ്, അതിൻ്റെ പ്രോസസ്സ്, ടൈപ്സ്, പിന്നെ ഒരു ഇൻഡയറക്റ്റ് മോഡലുള്ളൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫേസസ്. തേർഡ് മൊഡ്യൂളിൽ നിന്ന് സെക്യൂരിറ്റി അനാലിസിസിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്, ഫണ്ടമെൻ്റൽ, ടെക്നിക്കൽ, മറ്റു കാര്യങ്ങൾ. ദെൻ പോർട്ട്ഫോളിയോ മോഡൽസ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ. സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് സിയിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത് എപ്പോഴും കുറച്ചൊരു എന്താ പറയുക മീഡിയം റേഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾ വല്ലാണ്ടൊരു ഈസി പ്രതീക്ഷിച്ച് പോകരുത്, അതെനിക്ക് മുൻകൂട്ടി പറയാനുള്ളൊരു കാര്യമാണ്. ബട്ട് പേടിക്കേണ്ട ആവശ്യം വരാറില്ല, വാല്യുവേഷൻ അതനുസരിച്ച് അവർ കുഴപ്പമില്ലാണ്ട് വെക്കാറുമുണ്ട്. ഓക്കെ, മുൻകൂട്ടി ഞാനൊരു കാര്യം പറയണമെന്ന് മാത്രം, പേപ്പർ എപ്പോഴും ഒരു കുറച്ചൊരു എന്താണ് മീഡിയം റേഞ്ച്, വല്ലാണ്ട് ബുദ്ധിമുട്ടിലോട്ട് പോവില്ല, ഓപ്ഷൻസ് ഇടാറുമുണ്ട് കേട്ടോ. ഓക്കെ, ഇതുവരെയുള്ള എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിലുള്ള ഒരു കാര്യം പറഞ്ഞു മാത്രം. സോ ഇനി ബാക്കി പാർട്ട് എയിലും സിയിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.